ഇറാനിലെ ഇസ്ലാമിക മതഭരണകൂടത്തെ തകർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇറാനിലെ ജനങ്ങൾക്കുള്ള ഇസ്രായേലിന്റെ സന്ദേശം എന്ന തലക്കെട്ടിലാണ് നെതന്യാഹുവിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. വലിയൊരു ആക്രമണം ഇറാനിൽ ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നും ഇറാനികൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ആണവശാലകൾ തകർത്ത് ഞങ്ങളൊരു നീക്കം നടത്തിയത് ഞങ്ങൾ ജൂതർക്ക് സമാധാനത്തിൽ ജീവിക്കാനാണ്. ഞങ്ങൾ ആക്രമണം നടത്തില്ലായിരുന്നു എങ്കിൽ 100% ജൂതർ മരിച്ചു പോകുമായിരുന്നു. ഇറാൻ ജൂത ഉന്മൂലനത്തിന് വേണ്ടിയായിരുന്നു ആറ്റം ബോംബ് 9 ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഏർപ്പെട്ടത്. ആ 9 ബോംബുകൾ പിറവിയെടുത്തിരുന്നുവെങ്കിൽ ജൂതർ 100% മരിച്ചു പോകും. ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ജൂതരാജ്യം ഇറാന്റെ ആണവ സൈറ്റുകൾ തകർത്തത്. ഇറാനിലെ ഒരു പൗരന്മാരുടെ നേർക്കും ഇസ്രായേൽ ഇതുവരെ ആക്രമണം നടത്തിയിട്ടില്ല. ഇസ്രായേൽ ഇറാൻ ജനതയ്ക്ക് ഒപ്പമുണ്ട്. ഈ അവസരം നോക്കി സ്ത്രീ സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നിവയ്ക്കായി നിങ്ങൾ തെരുവിലിറങ്ങണം. ഇസ്രായേലിന്റെ വലിയൊരു നീക്കം ഉടൻ ഇറാനിൽ സംഭവിക്കാൻ പോകുന്നുവെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. അതേസമയം ഇസ്ലാം എന്ന ആശയത്തിൽ മുഹമ്മദ് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജൂതരെയും ക്രിസ്ത്യാനികളെയും മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഓടിക്കും എന്ന് പറഞ്ഞ ആ ആശയം നടപ്പിലാക്കാനാണ് യഥാർത്ഥത്തിൽ ഇറാൻ ശ്രമിക്കുന്നത്. ആ ഇറാനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇറാൻ ആകെയുള്ള കുറച്ച് മിസൈൽ മാത്രമാണ്. ഒരു നല്ല എയർഫോഴ്സ് സംവിധാനം പോലുമില്ല. ഇസ്രായേലിൽ നിന്ന് 200 കിലോമീറ്റർ പറന്നു ചെന്ന് 100ഓളം ഇസ്രായേലിയൻ ഫൈറ്റർ ജെറ്റുകൾ 6ഓളം വരുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിൽ ബോംബ് വർഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ മുട്ടുകുത്തിക്കും എന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രംഗത്തെത്തുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കും എന്നാണ് ആയത്തുള്ള അലി ഖമനേയി പറയുന്നത്. ഇറാൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ തുടങ്ങിവെച്ച ആക്രമണങ്ങൾക്ക് കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരും. അതിനിടെ ഇസ്രായേലിന്റെ യുദ്ധവിമാനം വെടിവെച്ചിട്ടതായാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം ശക്തമായതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ്. പുലർച്ചെ ഇസ്രായേൽ തുടങ്ങിവെച്ച ആക്രമണങ്ങളുടെ തുടർച്ചയായി ഇപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ പോര് രൂക്ഷമായി തുടരുകയാണ്. ടെഹ്റാനിൽ കുറച്ചു മുന്നേ പോലും സ്ഫോടന ശബ്ദം കേട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകിയതിന് പിന്നാലെയാണ് ഇറാനിൽ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാനും തിരിച്ചടി തുടരുകയെന്നാണ് വ്യക്തമാകുന്നത്. യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം രൂക്ഷമായിട്ടുണ്ട്. ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടെ ജെറുസലേമിൽ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങിയിരിക്കുകയാണ്. പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായതോടെ സ്ഥിതി നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്കയും വ്യക്തമാക്കി. ഇസ്രായേലിനെ സഹായിക്കാൻ യുദ്ധക്കപ്പലുകൾ അടക്കം അമേരിക്ക സജ്ജമാക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇറാനെ ആക്രമിക്കാനല്ല യുദ്ധക്കപ്പലുകൾ അടക്കം സജ്ജമാക്കുന്നതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. യുദ്ധക്കപ്പലുകളും സൈനിക സന്നാഹങ്ങളും മേഖലയിൽ സജ്ജമാക്കുന്നത് ഇറാനെ പ്രതിരോധിക്കാൻ മാത്രമെന്നാണ് പെന്റഗണിൽ നിന്നുള്ള പ്രതികരണം. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ ശേഷിയെ സഹായിക്കാനുള്ള നീക്കമാണിതെന്നും യാതൊരു ആക്രമണ ലക്ഷ്യവുമില്ലെന്നും US സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. യുദ്ധ സാഹചര്യം ശക്തമായതോടെ പ്രസിഡന്റ് ട്രംപ് ദേശീയ സുരക്ഷാ സമിതിയുമായി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇറാനെതിരെ പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതിലും രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പിൻവാങ്ങണമെന്നത് ഏറെക്കാലമായുള്ള ആവശ്യമാണ്. ഇനിയും അതിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ അതിരൂക്ഷമായ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇസ്രായേലിൽ നിന്ന് പുലർച്ചെ ലഭിച്ചതിലും കൂടുതൽ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് പോലെ ജൂതന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണ് അവർ ഓടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് ജൂത സമൂഹം ഇക്കാര്യത്തിൽ തീരുമാനിക്കും. ഇറാനെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നിട്ട് നിൽക്കുന്നത്. ടെഹ്റാനിലെ ഭൂഗർഭ കേന്ദ്രത്തിൽ ഡ്രോണുകളും ആയുധങ്ങളും ഒളിപ്പിച്ച ട്രോജൻ തന്ത്രമാണ് ഇസ്രായേൽ ഇറക്കിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും ശാസ്ത്രജ്ഞരെയും കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച കൃത്യത. ആകാശ വഴിയിലെ ആക്രമണം നോക്കിയിരുന്ന ഇറാൻ അടികിട്ടിയത് സ്വന്തം മണ്ണിലെ മൊസാദ് കേന്ദ്രങ്ങളിൽ നിന്നും.
അതായത് ഇറാനെ ഇസ്രായേൽ നടുക്കിയത് ഗറില്ലാ തന്ത്രത്തിലാണ്. ഇസ്രായേൽ ഇറാനിലേക്ക് കടന്നു കയറി അവിടെയുള്ള ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ഓപ്പറേഷൻ റൈസ്ലിംഗ് ലൈനിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഇസ്രായേൽ ഈ ദൗത്യം വിജയത്തിലെത്തിച്ചത്. ഇതിലെ ഏറ്റവും ത്രസിപ്പിക്കുന്ന സംഭവമാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് അതീവ രഹസ്യമായി നടത്തിയ ചില നീക്കങ്ങൾ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ കേന്ദ്രീകരിച്ചാണ് അവർ രഹസ്യ ഡ്രോൺ ഫാക്ടറി സ്ഥാപിച്ചതും ആയുധങ്ങൾ എത്തിച്ചതും. ഇസ്രായേൽ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം നടത്താമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇത്രയും ശക്തമായ തോതിലുള്ള തിരിച്ചടി നൽകാൻ കഴിഞ്ഞത് മൊസാദിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ഇറാൻ ആണവ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. ഇതിനായി മൊസാദ് ചാരന്മാർ ഇറാനിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുകയും കൈമാറുകയും വിശകലനം ചെയ്യുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യമാണ് ഈ നീക്കം നടത്തിയത്. തുടർന്നാണ് ഇറാനിൽ തന്നെ രഹസ്യ സൈനിക താവളം ഇസ്രായേൽ ഒരുക്കിയത്. അവിടെ വലിയ തോതിൽ ഡ്രോണുകളും ആയുധങ്ങളും നിറച്ചു. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള വിവരങ്ങളും സംഭരിച്ചു. തുടർന്ന് ടെഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ഇസ്രായേൽ ഡ്രോൺ ആക്രമണവും ഒപ്പം വ്യോമാക്രമണവും നടത്തുകയായിരുന്നു. ഇറാന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത്. ഇറാനിലെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ 200ഓളം പോർ വിമാനങ്ങളാണ് ആഞ്ഞടിച്ചത്. ഇറാനിലുടനീളം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകളും മൊസാദ് തയ്യാറാക്കിയതായും ഇവ ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പൊട്ടിത്തെറിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥരും സായുധ സേനാ മേധാവിയുമായ മുഹമ്മദ് ബഗേരിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവനായ ഹൊസൈൻ സലാമിനെയും വധിച്ചതായും ഇസ്രായേലിന് കഴിഞ്ഞത് വലിയൊരു നേട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇറാന്റെ മിസൈൽ ബാറ്ററി സംവിധാനത്തെയും നേരത്തെ മൊസാദ് തകർത്തിരുന്നു. ഇറാന്റെ ഡസൻ കണക്കിന് റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇറാനിൽ 330ഓളം സ്ഫോടനങ്ങളാണ് നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഇറാൻ നദാൻസിലെ ആണവ കേന്ദ്രങ്ങൾ പലതും ഭൂമിക്കടിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ കോൺക്രീറ്റ് ബങ്കറുകളിലായിരുന്നു. ഇസ്രായേലിന്റെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ലായിരുന്നു. എന്നിട്ടും ഇവയെല്ലാം ആക്രമിച്ച് തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞത് ഇറാൻ അമ്പരപ്പോടെയാണ് കാണുന്നത്. ഇറാനിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ വധിക്കുക കൂടി ചെയ്തത് ഇറാന് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ ഇറാന് ശക്തമായി തിരിച്ചടിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് പ്രതിരോധ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. ഇറാന് നടത്തിയ ആക്രമണം ഇസ്രായേൽ ആസൂത്രണം ചെയ്തത് അതീവ രഹസ്യമായിരുന്നു. നീണ്ട തയ്യാറെടുപ്പുകളോടെ ആക്രമണത്തിന് നിലമൊരുക്കിയത് മൊസാദായിരുന്നു. ആക്രമണം നടക്കുമെന്ന് US അടക്കം ഇറാന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മൊസാദിന്റെ തന്ത്രങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.